കർത്താവേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനായ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. എന്താടാ നീ എന്തുടേ കെട്ടിയിരിക്കണേ? വീട്ടിലെ ഇത് കാണാനില്ല. പിന്നെ ഷെട്ടി കയറിയത് കെട്ടില്ല. ഇവിടെ വല്ല പാമ്പുണ്ടാവൂടാ. പാമ്പ്? ഏയ്, പാമ്പൊന്നുണ്ടാവില്ല. അതെ, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എന്തുട്ടീ കാണിക്കണേ? മൂത്ത് വയ്ക്കാനുള്ളതെന്നാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എണ്ണമ്മേ, നീ പൈപ്പടച്ചില്ലേ? ഞാനത് അങ്ങനെ മറന്നു. ഇച്ചായനത് അങ്ങനെ അടച്ചൂട്. കോവാല, ഇത് ഞാനടാ. ആരാന്ന്? എന്റെ ഈശോ! ഇച്ചായോ, ഇങ്ങരുത്തെ എവിടെ പോയി കിടക്കുക? ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു തരി കണ്ണ് കാണുന്നില്ലല്ലോ ഈശോയെ. അയ്യോ, സോറി ഇച്ചായ. എന്താ ഇതിന്റെ അടിയില്? ഇച്ചായ, ഇതെന്താ കട്ടിലിന്റെ അടിയിൽ കയറി കിടക്കണേ? നീ ഇതിന്റെ അടിയിൽ അടിക്കലും തുടക്കലൊന്നും ഇല്ലേ പെണ്ണമ്മേ? ഔ, എന്താ ചൊറിച്ചില്! ഇന്നലെ ഇതിന്റെ അടിയില് ഉറുമ്പ് വന്നിട്ട് ഉറുമ്പ് പൊടി ഇട്ടുണ്ടായിരുന്നു. ഇച്ചായ, പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് വാതിൽ തുറന്നു നോക്കിയേ. നിനക്കെന്റെ കൊലക്ക് കൊടുക്കാണ്ട് തിരക്കായില്ലേ? നിങ്ങളെന്തു വർത്താന ഈ പറയണത്? വീട്ടിലുള്ള ഒരാൺതുണയാ കട്ടിലിന്റെ അടിയിൽ ചെന്ന് ഒളിച്ചിരിക്കുക. നീ പത്രവും ടിവിയും ഒന്നും കാണില്ലേ പെണ്ണമ്മേ? ഈ കുറുവാ സംഘം ഇറങ്ങിയിട്ടേ എത്ര പേര് തലക്കടിച്ച് മോഷണം നടത്തണെന്ന് എനിക്കറിയോ? ഇത് കുരുവാസംഘം ഒന്നല്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ പിടിച്ചു വലിക്കല്ലേന്ന്. ഇങ്ങോട്ട് വരാൻ. നീ മുണ്ടൊന്ന് വീടിന്റെ പെണ്ണമ്മേ, വലിയ ശല്യായില്ലോ. ഇങ്ങോട്ട് വരാൻ. നീ മുണ്ട് ഇങ്ങോട്ട് കാട്ടിയേ. ആ കോഴി എങ്ങാനും കള്ളം കൊണ്ടുപോയാൽ കൊല്ലു നിങ്ങളനെ. നാളെ ലില്ലിക്കുട്ടിയും കെട്ടിയോന് വരണതാ. നീ മുണ്ട് ഇങ്ങോട്ട് കാട്ടിയേ. അയ്യേ, എന്തൊരു കോലം! മുണ്ടൊടുക്കും മനുഷ്യ. ഉരുളി കിട്ടി, കൊയിലും കിട്ടി, ഉരുളി കിട്ടി, കൊയിലും കിട്ടി. ഞാൻ ഒരു ദേവട്ടിക്ക് പോയേ.
നമസ്കാരം സാറേ, ഞാനാണ് ഇവിടുത്തെ മെമ്പർ. നിങ്ങളാണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ സാറേ. ബോഡി എവിടെയാ? ആൾക്കാരൊക്കെ ഒന്ന് മാറ്റി. എല്ലാവരും മാരൊക്കെ അങ്ങോട്ട് മാറിക്കോ. ബോഡി ആരാധി കൊണ്ടത്? ഒരു ചെത്തുകാരൻ സാറേ, ബാബു എന്ന പേര്. ആളെവിടെ? അശോക, ഇങ്ങോട്ട് വന്നേ, വാ വാ. ഈ ഭാഗത്തേക്ക് ആൾക്കാരൊന്നും വരാറില്ല സാറേ. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇച്ചായ, ഇത് നമ്മുടെ വീട്ടിലത്തെ ഉരുളിയില്ലേ? ആ, നമ്മുടെ വീട്ടിൽ ഉരുളി. നിങ്ങളാരാ? സാറേ, എന്റെ വീട്ടിൽ ഉരുളി അത്. ആ രണ്ടുപേരൊന്ന് മാറ്റിയിരുത്തേ. ആ രണ്ടുപേരും ഇങ്ങോട്ട് മാറുന്നേ. ഇവരെ എവിടെ താമസിക്കുന്നത്? ഈ അടുത്ത കാലത്ത് വന്ന് താമസിക്കുന്ന സാറേ, വാടകക്കാരൻ. നമ്മുടെ പള്ളിയിലെ കപ്പ്യാരുടെ ബന്ധുവാണ് സാറേ. ഇവിടെ നല്ല ഒരു മാറ്റിയേ, ഒരാളും ഇവിടെ വേണ്ട. എല്ലാരും മാറിപ്പോയേ. അവിടെ നിൽക്ക്. എല്ലാരും അങ്ങനെ നീക്കും. അങ്ങനെ പൊക്കോളൂ. അയാൾ വന്നാ? ആ, ബാബുവേട്ടൻ പറയുന്നുണ്ട്. ബാബുട്ടാ, വേഗം വാ. എന്താടാ പേര്? എന്താ നിനക്ക് സൗണ്ട് ഇല്ലേ? ബാബു, താനാ നേരത്തെ എങ്ങനെ അവിടെ എത്തി? ഞാൻ ആ പറമ്പിൽ ചെത്താൻ വന്നാണ് സാറ്. ചെത്ത് ഇട്ട് വരുമ്പോ അപ്പൊ നീ എങ്ങനെയാ ബോഡി കണ്ടത്? എന്തോ ഒന്ന് കിടക്കണ പോലെ തോന്നി. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോ ബോഡിയാണെന്ന് മനസ്സിലായി. ഇയാളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് മൊഴിയെടുക്കണം. മാത്രല്ല ഈ പ്രദേശത്തുള്ള മൊത്തം ക്രിമിനൽസിന്റെ ലിസ്റ്റ് എടുത്ത് എനിക്ക് തരണം. ഓക്കെ സാർ? താൻ എല്ലാവരുടെ ഒപ്പം ഉണ്ടാവണം. പിന്നെ താൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് 2 പോലീസുകാർ കൂടി ഏർപ്പാട് ചെയ്യും. ആ, ബോഡി പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാട് ചെയ്യും. താ ഇവിടെ തന്നെ കാണണം കേട്ടോ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. അല്ല പിള്ളാരെ, നിങ്ങൾക്ക് നല്ല ക്ഷീണുണ്ടല്ലോ. എന്താ സോമ, എന്റെ കടന്റെ തൂണൊക്കെ മാറ്റിയിട്ട് വേറെ 2 പേരെ ആക്കിയ? അത് പിന്നെ ഞാൻ കട തുറക്കുമ്പോ ഇവര് 2 പേരും ഇവിടെ ഉണ്ടാവും. 2 ആൾക്ക് വേറെ പണി വേണ്ടേ? എന്റെ കോയക്ക, ആരെങ്കിലും പണിക്ക് വിളിച്ചാലല്ലേ ഞങ്ങൾക്ക് പോവാൻ പറ്റൂ. പിന്നെ ഞങ്ങൾക്ക് പറ്റണ പണി ശരിയായിട്ട് കിട്ടണ്ടേ? അത് ശരിയാ, ഇവർക്ക് പെട്ട പടിയൊന്നും ഈ നാട്ടിൽ കിട്ടില്ല. എന്റെ സോമ, നിങ്ങളുടെ വല്ല പണിയുണ്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനായിട്ട്? നമ്മുടെ പണിയല്ലേ ഇക്ക ചായ കൊടുക്കില്ലേ? എന്നാ പിള്ളേർക്ക് ഓരോ ചായ അങ്ങോട്ട് കൊടുക്ക്, നമ്മുടെ വകയായിട്ട്. ഞാൻ ചോദിച്ചതാ, ഒരാൾക്ക് പല്ലുവേദന, ഒരാൾക്ക് വയറുവേദന, 2 ആൾക്കും ചായ വേണ്ടാന്ന്. ഈ പിള്ളേര് നേരെ ആവില്ല എൻ്റെ ഇക്ക. ഇന്നെല്ലാവരും ഉണ്ടല്ലോ. അല്ല, ഇന്ന് നല്ല വല്ല മീൻ എങ്ങനെ ഉണ്ടാ? പിന്നെ പടക്കണ സാധനമല്ലേ കൊണ്ടുള്ളത്, ചെയ്യാത്ത സാധനം. എന്നാ നല്ല മീനാണെന്ന് നോക്കട്ടെ. ഇന്നലത്തെ പോലെ ചീച്ച മീനാണെങ്കിൽ വേണ്ട. അതൊരു ദിവസം പറ്റിപ്പോയി, എന്നങ്ങനെയാവില്ലല്ലോ. ഇരിക്കെന്റെ പകയനെ. അല്ല കോയക്ക, നിങ്ങളൊരു കാര്യം അറിഞ്ഞാ? എന്താ പുള്ളേ? പുതിയ കാര്യമൊന്നുമല്ല. എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നലെ ഔതക്കുട്ടിയുടെ വീട്ടിൽ ഇത് കോഴി മോഷണം പോയി. ഏത് പോലീസുകളാണത് ചെയ്യണെന്ന് ഒന്ന് പിടിക്കാൻ പറ്റണില്ലല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് പോട്ട് കോയക്ക, എന്നെങ്കിലും ഒരു ദിവസം പിടിക്കാതിരിക്കില്ല. എന്താ ചെയ്യാ? വെള്ളെടുത്ത് കുടിക്കേ, വെള്ളെടുത്ത് കുടിക്കാൻ. ഈ ദുനിയാവില് ഇങ്ങനത്തെ ഹിമാറുകൾ ഉണ്ടായ ഈ നാട് മുടിയും. ഇങ്ങനെ ബല്ലോന്റെ മുതല് കട്ട് തിന്ന് ജീവിക്കണ ഈ ഹിമാറുകളെ ചോര തൂറിച്ചാവും.
കോയക്ക എന്തിനങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? അല്ലാണ്ട് എങ്ങനെയാണ്ടു? എന്നാലും ഇങ്ങനെ പ്രാവിട്ട് എന്താ കാര്യം? ഒരു കോഴിയല്ലേ? അനക്ക് അങ്ങനെ പറയാം. തീറ്റ കൊടുത്ത് വളർത്തിയവർക്ക് അതിന്റെ ദണ്ണറിയുള്ളൂ. എന്തിനാപ്പത് ഇവിടെ നിർത്തിയേ? പുതിയ എസ് ആന്ന് തോന്നിട്ട് കോയിക്ക. ജീപ്പ് കുറേ നേരമായി അങ്ങോട്ട് കൂടെ പോയി തുടങ്ങിയിട്ട്. അത് ഈ കോയിന്റെ ബിസയം തന്നെ ആവുന്നേ. ആ അല്ല പരമല്ലേ വരണത്? ആ നന്നായിണ്ട്. 2 കൊല്ലം മുന്നേ പരമൂനെ കുത്തിയിട്ട് ബോംബെക്ക് പോയ കുറുമാലി ജോസ് 2 ദിവസം മുന്നേ വന്നിട്ടുണ്ട്. ഇന്നിവിടെ എന്തേലേക്ക് നടക്കും. അല്ലേ കാനേല ഞാൻ വരല്ലേ സോമ ഒരു ചായ എടുത്തേ. അല്ല കുറുമാല് ജോസ് വന്നത് അറിഞ്ഞില്ലേ? ഞാനതൊക്കെ അറിഞ്ഞു. അതിന് വലിയൊരു കാര്യം നടന്നിട്ടുണ്ട് ഇവിടെ. അതെന്തപ്പ വലിയൊരു കാര്യം? ആ മാവിൻചോട് പൊട്ടക്കുളല്ലേ, അവിടെ ഒരു ശവം പൊന്തിണ്ട്. പാടത്ത് തമ്പുരാനെ. അല്ല ജോസേട്ടാ, എങ്ങട്ടാ യാത്ര? തിരിച്ചു പോവാ കോയക്ക. അതെന്തു പറ്റി? ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ പെണ്ണും കുട്ടിയൊന്നുമില്ല. അങ്ങനെ വേണം. കഴിഞ്ഞ പ്രളയത്തിലേ വെള്ളം പൊന്തിയപ്പോ സ്കൂളിൽ ക്യാമ്പിന് പോയതാ. അവിടുന്ന് ആരുടെ കൂടെ പോയി. അടുത്ത പ്രളയത്തിന് ഞാൻ വരാം. എവിടുന്നേലും കിട്ടാതിരിക്കില്ല. എവിടുന്നേലൊക്കെ കിട്ടും. നിന്നെ ഞാൻ എടുത്തോളാട്ടാ. നീ എടുക്കും. കടന്ന് പോടാ. ഒറ്റ കളിച്ചാണ്ടല്ലോ. നീ പോടാ അവിടുന്ന്. നിനക്കെന്നെ അറിയില്ല. പോടാ അവിടുന്ന്. കളി കുറുമാലി ജോസിനോടാ. വണ്ടി എടുക്കടാ. എന്താണ് അവിടെ ഒരു ചർച്ച? ചായ കുടിക്കാണേ. ആ പൊട്ടക്കുളത്തിലെ ബോഡി പൊന്തി അറിഞ്ഞില്ലേ? കേട്ടിക്കണ്. ആ പ്രതിനെ കിട്ടിയിട്ടുണ്ട്. ഡോ അയാളിങ്ങോട്ട് ഇറക്കേ. നീങ്ങടെ ഇറങ്ങടാ. എല്ലു പൊടിക്കൊന്നല്ല നിന്നെ കൊണ്ടുപോകണം. ഇറങ്ങട്. എന്താ ഒരു ചൂട്. സോമ ഒരു ചായ. ഇതും ഇവിടെ ജോസേട്ടനല്ലേ?